Rhapsody of Realities, മെയ് 30, 2025. നിങ്ങൾ ദൈവിക വരങ്ങളാൽ വൻ കാര്യങ്ങൾക്കായി ശക്തീകരിക്കപ്പെട്ടവർ അത്രേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നതും നിങ്ങളുടെ മേൽ വരുന്നു എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പെന്തക്കോസ്ത് നാൾ മുതൽ ഇന്നുവരെ മനുഷ്യരിൽ അധിവസിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിശുദ്ധാത്മാവ് ആയിരിക്കുന്നത്. നമ്മിലും ഇപ്രകാരം തന്നെ. എന്നാൽ പഴയ നിയമത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേക ഉദ്ദേശങ്ങൾ നിറവേറ്റുവാനായാണ് പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ മേൽ വന്നത്. എലിസബത്ത് ഉൾപ്പെടെ പല വ്യക്തികളും ഇത് അനുഭവിച്ചിട്ടുണ്ട്. എലിസബത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരികയും പരിശുദ്ധാത്മ ശക്തിയാൽ എലിസബത്ത് നിറയപ്പെടുകയും ചെയ്തു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം. പരിശുദ്ധാത്മാവ് ശിംശോന്റെ മേൽ വരികയും വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സഹായിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിനാൽ ശിംശോൻ നിറയപ്പെടുകയല്ല ചെയ്തത്. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യം. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നതിനാൽ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ വൻ കാര്യങ്ങൾ ചെയ്യുവാനായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ബൈബിൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം. ഇവിടെ ശക്തി എന്ന വാക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഗ്രീക്ക് പദമായ ഡുനാമിസിൽ നിന്നാണ്. മാറ്റിമറിക്കുവാനുള്ള അസാധാരണമായ ശക്തി എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുക. അവസ്ഥകളെ മാറ്റുവാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. പിന്നെ എന്തിനാണ് അസമാധാനത്തിൽ നിങ്ങൾ തുടരുകയും നിങ്ങൾക്ക് സ്വയമായി മാറ്റം വരുത്തുവാൻ കഴിയുന്ന ആ അവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുവാനായി ഇടപെടണമേ എന്ന് ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുകയും ചെയ്യുന്നത്? നിങ്ങളിൽ ലഭ്യമായിരിക്കുന്ന ദൈവിക ശക്തി തിരിച്ചറിഞ്ഞ് അവസ്ഥകളെ മാറ്റി മുന്നേറുക. പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിനു ശേഷം ശിഷ്യന്മാർ തങ്ങളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മ സാന്നിധ്യത്തിന്റെ യാഥാർത്ഥ്യത്തിൽ ജീവിച്ചു. അവരിൽ ഓരോരുത്തരും അമാനുഷികമായ തലത്തിൽ പ്രവർത്തിച്ചു. ഇതേ തരത്തിലുള്ള ജീവിതമാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാകയാൽ അവസ്ഥകളെ മാറ്റുവാനും അമാനുഷികമായ തരത്തിൽ ദിനംപ്രതി നടക്കുവാനും വിളിക്കപ്പെട്ടവരും ശക്തീകരിക്കപ്പെട്ടവരും ആകുന്നു. പ്രാർത്ഥിക്കാം, ഏറ്റുപറയാം. പ്രിയ പിതാവേ, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചതിനായും എന്റെ ചുറ്റുമുള്ള അവസ്ഥകളെ മാറ്റി അനുഗ്രഹപൂർണമാക്കുവാൻ അവിടുത്തെ കൃപയാൽ എന്നെ ശക്തീകരിച്ചതിനായും നന്ദി. അങ്ങ് എന്നിൽ വസിക്കുന്നു എന്ന ബോധത്തോടെ, അഭിമാനത്തോടെ അങ്ങയുടെ ജ്ഞാനത്തെയും ശക്തിയെയും മഹത്വത്തെയും മറ്റുള്ളവർക്കും അനുഭവവേദ്യമാക്കിക്കൊണ്ട് ഞാൻ ജീവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. തുടർ പഠനത്തിന് ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം, അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 8-ാം വാക്യം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 16 വരെ വാക്യങ്ങൾ.